എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വടുതല ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. എന്നെ കൂടി ഗസ്റ്റായിട്ട് ഇന്ന് വന്നേക്കണത് ബെൻഹർ എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേകിച്ച് വേറൊരു പേരും കൂടിയുണ്ട്. ബുള്ളറ്റ് ബെന്നി എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ഞാൻ എന്തായാലും നിങ്ങളെ ബെന്നിനെ പരിചയപ്പെടുത്തി തരാം. യെസ് ബെന്നിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ബെന്നി 15 വയസ്സ് തുടങ്ങി വണ്ടി ഓടിക്കാൻ തുടങ്ങിയ ഒരാളാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 51 വർഷമായിട്ട് റോയൽ എൻഫീൽഡ് 350 വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ. അതുകൂടാതെ ഇപ്പം ഇങ്ങേരുടെ കയ്യിൽ ഒരു 7-8 വണ്ടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 8 ബുള്ളറ്റ് ഉണ്ട്. ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വളരെയധികം വ്യത്യസ്തമായ കുറേ കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അത് ഞാനത് പറയണതിനേക്കാൾ നല്ലത് ബെന്നിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. എൻ്റെ ഫാദറിന് പണ്ടൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ബുള്ളറ്റല്ല, ഏരിയൽ 500 ആയിരുന്നു. 32 മോഡലായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി അത് വിറ്റ്. പിന്നെ പുള്ളിക്കൊരാഗ്രഹം എന്നെക്കൊണ്ടൊരു ബുള്ളറ്റ് മേടിച്ച് ഓടിപ്പിക്കണമെന്ന്. എനിക്ക് 74 ബുള്ളറ്റ് മേടിച്ച് തന്നു. പക്ഷേ ഞാനത് ഓടിച്ചിട്ടില്ല. 75 തുടങ്ങി എനിക്ക് തള്ളാനായിട്ടുള്ള അനുവാദം തന്നു. അങ്ങനെ 75 തുടങ്ങി കുറേ നാൾ പറമ്പിലിട്ട് തന്നെ തള്ളിക്കൊണ്ട് നടന്ന് 76 എനിക്ക് റോട്ടിൽ ഓടിക്കാനായിട്ടുള്ള അനുവാദം തന്നു. അന്ന് ബസ്സുകളോ കാറുകളോ ഒന്നും ഇല്ല. ഞാൻ എൻ്റെ പേരിൽ ലൈസൻസ് ഇല്ലായിരുന്നു. എന്നാലും ഞാൻ അത്യാവശ്യം ഒന്ന് വണ്ടി ഓടിക്കുമായിരുന്നു. റോട്ടിൽ തന്നെ ഓടിക്കുമായിരുന്നു. പിന്നെ വണ്ടി വളക്കാനൊന്നും പറ്റാത്തതിൻ്റെ പേരിലാണ് ഞാൻ റോട്ടിൽ സ്കിഡ് ചെയ്യിക്കണത്. വണ്ടി വളക്കാനായിട്ടുള്ള ഹൈറ്റ് കൂടുതലുള്ള വണ്ടി എനിക്ക് ഹൈറ്റ് കുറവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വണ്ടി തെന്നിച്ച് മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാലഘട്ടങ്ങളിൽ ഞാൻ കടന്നു വന്നത്. ഇപ്പോൾ 51 കൊല്ലം കഴിഞ്ഞ് ഞാനിപ്പോൾ ബുള്ളറ്റ് മാത്രം ഓടിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട്, അല്ല അപ്പച്ചൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നല്ലത്. അപ്പച്ചൻ്റെ സുഹൃത്തുക്കളിലാകെ 2-3 പേർക്ക് മാത്രമേ ഇവിടെ ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വടതിലത്തെ മേനോൻ ചേട്ടൻ, പിന്നെ ജോർജ് ചേട്ടൻ എന്ന് പറയുന്നത് മിൽട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ വണ്ടി പോലത്തെ ഒരു വണ്ടി ഇവിടെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഡൈനാമോ സ്റ്റാർട്ട് വണ്ടിയായിരുന്നു. ഈ വണ്ടി കാണാൻ അലങ്കാരം കൂടുതലായിരുന്നു. ജോർജ് ചേട്ടൻ ഓടിക്കുമ്പോഴും പ്രത്യേകത കൂടും. അതിൻ്റെ അതിൻ്റെ ഒരു രസം അതായിരുന്നു. വലിയ കട്ട സ്വർണത്തിന്റെ മാല് അതൊക്കെ ഇട്ടാ വരുന്ന പ്രൗഡ് കാണുമ്പോൾ തന്നെ നിന്ന് പോകും. അതിനുശേഷം ഞാൻ ഓരോ പ്രാവശ്യം ഓരോ വണ്ടികൾ വരുമ്പോൾ മേടിക്കും. അപ്പച്ചൻ തന്നെ മേടിച്ച് തരും. എന്നിട്ട് എന്നെ കൊണ്ട് ഓടിപ്പിക്കുക. 76 ഞാൻ ബുള്ളറ്റും കൊണ്ട് അപ്പച്ചനെ ഇരുത്തിക്കൊണ്ട് ഞാൻ മൂന്നാർ പോയി. അന്ന് റോഡൊന്നും ഇല്ല. കാന്തല്ലൂർ വരെ പോകണം അപ്പച്ചന് ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ ഒരു പഴയ കാലത്തെ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. മലബാർ സ്റ്റുഡിയോ എന്നാ പേര്. അപ്പോൾ സ്റ്റുഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി അന്ന് ഏരിയയിൽ മേടിച്ചത്. മദ്രാസിൽ പോയി മേടിക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അന്നൊക്കെ കുറേ നാളൊക്കെ ഉപയോഗിച്ച് മദ്രാസിലും മറ്റേ പോകാത്ത സ്റ്റേറ്റുകളൊന്നും ഇല്ലായിരുന്നു. ബാംഗ്ലൂർ, മൈസൂർ ഫോട്ടോ എടുക്കാൻ വേണ്ടി കരമനവൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഈ വണ്ടി ഓടിച്ചു പോകുന്നു? വണ്ടി ഓടിച്ചു പോകും. ഞാനല്ല, ഫാദർ. അതിനുശേഷമാണ് എനിക്ക് വണ്ടി എടുത്തു തന്നതിന് ശേഷമാണ് പുള്ളി ആ വണ്ടിക്കകത്ത് ഇരുന്ന് എൻ്റെ പുറകിലിരുന്നും വണ്ടി ഓടിച്ചും ഞങ്ങൾ മൂന്നാർ പോയിട്ട്. 76 ഇപ്പം 51 കൊല്ലം കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ബുള്ളറ്റ് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വണ്ടി പണി പഠിക്കുകയും ചെയ്തു. വണ്ടി പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. 85 തുടങ്ങി. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ബുള്ളറ്റോട്ടം നിന്നു. ബുള്ളറ്റോട്ടം ഇവിടെ നിന്നപ്പോഴും ഞാൻ എൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് സൗദിയിൽ പോയി. സൗണ്ട് അന്ന് കാസറ്റ് ഇറങ്ങിയ കാലമായത് കാരണം സൗണ്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ സൗദിയിൽ പോയി. കടയിൽ ആരുമില്ല, ചേട്ടൻ്റെ കടയാണ്. കടയിൽ ആരും ഇല്ലാത്ത സമയം നോക്കി ഞാൻ ഈ കാസറ്റ് ഇടുമായിരുന്നു, ഈ ശബ്ദം കേൾക്കാണ്ട് എനിക്ക് ഉറക്കാൻ പറ്റില്ല. ഇപ്പോഴും ഒരു 10 കിലോമീറ്റർ ഒരു ദിവസം വണ്ടി ഓടിച്ചില്ലെങ്കിൽ എനിക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. 10 കിലോമീറ്റർ ഡെയിലി ഏതെങ്കിലും വണ്ടിയിട്ട് ഓടിച്ച് ആ ഇതിൽ വേണം കിടന്നിട്ട് ഉറങ്ങാൻ. ഇപ്പോഴും അങ്ങനെയൊക്കെ. അപ്പോൾ അന്നങ്ങനെ വണ്ടിയുടെ പണിനെ പറ്റി പറഞ്ഞു തരാനും ഒക്കെ ഒരു പാകിസ്ഥാനി കടയിൽ വരുമായിരുന്നു. അയാൾ മുഖാന്തരം എന്താ ഇവിടെ എനിക്ക് നാട്ടിൽ ആശാന്മാരാരുമില്ല. ബുള്ളറ്റിനും എനിക്ക് ആശാനോ മാസ്റ്ററാ എന്നെ പഠിപ്പിച്ചു തരാനോ ആരുമില്ല. ഒരു ബുക്കാണ് എൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. ഒരു പാകിസ്ഥാനി തന്നൊരു ബുക്ക്. ആ ബുക്കിൻ്റെ അകത്ത് നോക്കിയാണ് ഞാൻ വളരെ പണിയൊക്കെ പഠിച്ചു. എൻ്റെ വണ്ടികൾ മാത്രമേ പണിയുണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് 4 വണ്ടി ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് നിർത്തി പോരുമ്പോൾ 97 നിർത്തി പോരുമ്പോൾ എനിക്ക് 4 വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓരോ വരവിലും ഓരോ വണ്ടി മേടിച്ച് വെക്കും. അങ്ങനെ മേടിച്ചാണ് ഒരെണ്ണം ഈ വണ്ടി, പിന്നെ വേറെ ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട്. ഇത് ഏത് ഇയറാണ്? ഇത് 96 അല്ലേ?
ഈ കളറൊക്കെ നിങ്ങൾ വേറെ ചെയ്തതാണ്? കളറൊക്കെ ഇതൊക്കെ വേറെ കളറായിരുന്നു, റെഡ് കളറായിരുന്നു. എനിക്ക് റെഡ് കളർ വേറെ ഉള്ള കാരണം ഇത് വൈറ്റ് ആക്കി. വൈറ്റ് ആക്കി. അങ്ങനെ പല കളറിലെ വണ്ടി ഉപയോഗിക്കാനായിട്ടാണ് അങ്ങനത്തെ. ഈ വണ്ടിയിൽ ബെൻഹർ എന്നൊക്കെ നിങ്ങൾ അതെല്ലാ വണ്ടിക്കകത്തും കാണാം എൻ്റെ പേര് ബെൻഹർ എന്നൊക്കെ കാണും. ഈ ബെൻഹർ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പൊ ബുള്ളറ്റ് ബെന്നി എന്നറിയപ്പെടുന്നത് എന്താണ്? ബെന്നി തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. വിളിക്കുന്ന പേര്. അപ്പൊ എൻ്റെ അടുത്ത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർക്ക് ഈ പേരറിയാം, ബെന്നി അറിയാം. അപ്പൊ അതുകൊണ്ടിട്ട് അവര് ബെന്നി എന്ന് വിളിക്കും. പിന്നെ പുറത്തുള്ളവർക്ക് ബെന്നി അറിയില്ല, ബെൻഹർ അറിയാം. അങ്ങനെയാണ് ബെൻഹർ. പിന്നെ ഞങ്ങളുടെ ഞാനിപ്പോൾ വണ്ടി ഒരു റൈഡ് തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി. രാജസ്ഥാൻ, ബീഹാർ, ലഡാക്കിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, അതിനോട് താല്പര്യമില്ല. പിന്നെ ഗോവ, ബോംബെ 1800 കിലോമീറ്റർ നിസ്സാര പോക്കാണ്. രാവിലെ പോയാൽ പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി, പിറ്റേ അവിടെ നിങ്ങൾ പോയാൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ബോംബെ, ഗോവ ഇതൊക്കെ നമുക്ക് ഒരു നോർമൽ റൈഡിന്. ഗോവയിൽ പോണത് നിങ്ങൾ ഒറ്റക്കാണ്? ഒറ്റക്കല്ല, ഞങ്ങൾക്ക് റൈഡ് ക്ലബ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ്, ബിഗ് ബോസ് ക്ലബ്ബ്. 12 പേരായിരുന്നു, അതിൽ ഒരാൾ മരിച്ചുപോയി, ഇനി ബാക്കി 11 പേരുണ്ട്. ഈ ഞങ്ങളൊക്കെ കൂടി നടത്തുന്ന ഒരു സമ്മർ റൈഡാണ് ഇത്. ഈ കൊല്ലം ആലപ്പുഴയിലാണ് നടത്തുന്നത്. ഈ കൊല്ലം 13-14 ആലപ്പുഴയാണ്. ഗ്രൂപ്പിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ മേലെ നടത്തിയ സമ്മർ റൈഡാണ്. മൂന്നാർ ഒരു ഹൈ റേഞ്ച് റൈഡ്. പിന്നെ ഹൈ റേഞ്ച് റൈഡ് എന്നും ഞങ്ങളുടെ റൈഡേഴ്സിന് പേരുണ്ട്, ബിഗ് ബൈക്കേഴ്സ് എന്നും പേരുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ 180 വണ്ടികളും ഞങ്ങളുടെ ഈ ബിഗ് ബൈക്കേഴ്സിലും ഹൈ റേഞ്ച് റൈഡിൽ കൂടി. ഞങ്ങളാകെ 11 പേരാണ്. ഞങ്ങളാണ് ഇതിന്റെ കോർഡിനേറ്റർ. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, അപ്പം നിങ്ങൾ ഈ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ പോണത് അത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ആ ഇഷ്ടം കൂടിയിട്ടാണ്? ഒരു പാഷനാണ്. അല്ലാണ്ട് നമ്മൾ മാക്സിമം ഓടിക്കുക, ഇതൊരു പാഷനാണ്. അല്ലാണ്ട് നമ്മൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കാണാനുള്ളൂ. കൈ നഷ്ടമാണ്. അത് ആരോടും ചോദിച്ചാൽ തരുന്നില്ല. ഞങ്ങൾക്ക് പുട്ടടിക്കാൻ കാശ് ചോദിച്ചാൽ നമ്മളെ കയ്യിലെ കാശ് കൊണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുമ്പോ പിന്നാലെ കുറെ പേര്, മുമ്പിൽ ഓടിക്കാനും കുറെ പേര് വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പല റൈഡുകൾ. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ് അത്. റൈഡിന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. എനിക്ക് ആദ്യമൊക്കെ കുറേ ദൂരം ഓടിക്കാൻ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തും അതേപോലെ പഴയ വണ്ടി ഉണ്ടായിരുന്നതാണ്. ഞാൻ കഴിഞ്ഞ വർഷം അത് വിറ്റുപോയി. അത് ഭയങ്കര മണ്ടത്തരമായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്നിട്ട് ഇപ്പം മീറ്റിയോറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവരെ കൂടി പോകുമ്പോൾ മീറ്റിയോറിനാണ് പോണത്. മീറ്റിയോർ കുഴപ്പമില്ല, പക്ഷേ മറ്റേതിൽ പോണ ആ ഒരു ഫീലിംഗ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ പറയും, ഇപ്പം ബെന്നി എന്തുകൊണ്ടാണ് ഇത്രയും വണ്ടി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബെന്നി നേരത്തെ പറഞ്ഞിങ്ങനെ അടുത്ത് സൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ബുള്ളറ്റിൻ്റെ മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അത് ആ ഒരു സാധനം നമ്മുടെ ഈ ഹാർട്ടിലോട്ട് പമ്പ് ചെയ്ത് കയറണ പോലെയാണെന്നുള്ളതാണ് എനിക്കും. ഞാനൊക്കെ നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫീലിംഗ് അതാണ്. ഈ വണ്ടിയുടെ ആ സൗണ്ട് എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത്. നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ഒരു ഗേൾ ഫ്രണ്ട് എന്ന് വേണേൽ പറയാം നമുക്ക്. അതേപോലെയാണ് അതാ പറഞ്ഞ അതേപോലെയാണ് നമ്മളിങ്ങനെ ആ വണ്ടീനെ കൊണ്ടുപോകണത്. പിന്നെ അതിൻ്റെ കൂടാതെ ഇപ്പോൾ പഴയ വണ്ടിക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ക്രാങ്ക് വെയിറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഓട്ടം നല്ലതായിരിക്കും അല്ലേ, സ്റ്റഡി ആയിരിക്കും വണ്ടി. അതാ പറഞ്ഞ കാറ്റ് പിടിക്കൂല. പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടാങ്കിൻ്റെ വലിപ്പം. ഏറ്റവും പ്രത്യേകത വേറൊരു വണ്ടിക്കകത്ത് ഇല്ലാത്ത സാധനമാണ് ഈ സ്കള്ള് ആണല്ലേ. ഇതും ഇതിൻ്റെ ഒരു ആകാര ഭംഗിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇത്തരം വണ്ടി ഇപ്പോൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് ഓടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുമോ? എങ്ങനെയാണ് അത് മാനേജ് ചെയ്യണം? മിക്കവാറും എല്ലാ വണ്ടിയും ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം 5 വണ്ടി ഓടിച്ചിരിക്കും. ഓക്കെ. അത് മാറി ഓടിക്കും. മാറി ഓടിക്കും അല്ലേ? എല്ലാ വണ്ടിയും ഓരോ ദിവസം വെള്ള, ചുമപ്പ്, പച്ച, കറുപ്പ്, അങ്ങനെ പല കളറിൽ അങ്ങനെ മാറി ഓടിക്കും. പിന്നെ നിങ്ങൾ ഒരു മാസം എങ്ങനെ വെറുതെ ഇരുന്ന ബാറ്ററി ഡൗൺ ആയി പോകും. അത് തന്നെ. പിന്നെ റൈഡും ഉണ്ടാവുമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു റൈഡ് ഉണ്ട്. ഒറ്റക്കും പോകും. മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടിയൊക്കെ ഒറ്റക്കും പോയിട്ടുണ്ട്. ഇപ്പോഴും പോകും, ഒറ്റക്കൊക്കെ പോകും. അത് പാതിരാക്കൊക്കെ എഴുന്നേറ്റ് പോയിക്കളെ. പിന്നെ ഇതേപോലെ തന്നെ ഈ വർക്ക്ഷോപ്പ് എടുത്തേണ്ടത് എനിക്കറിയില്ലായിരുന്നു. വർക്ക്ഷോപ്പ് എനിക്ക് എൻ്റെ വണ്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണി പഠിച്ചത്. അങ്ങനെ പഠിച്ചിട്ട് ഈ പാകിസ്ഥാനിൽ തന്ന ബുക്ക് നോക്കി പണി പഠിച്ചത്. ആശാൻ ഇല്ലാണ്ട് അത് ബുക്ക് നോക്കി തന്നെ പണി പഠിച്ചത്. അപ്പൊ ബുക്കിൽ എങ്ങനെയാണോ അങ്ങനെ പണിയാനേ എനിക്കറിയൂ. അല്ലാണ്ട് അത് അങ്ങനെ ചെയ്താലും വണ്ടി ഓടും അതെനിക്കറിയില്ല. ഇങ്ങനെ ചെയ്താലേ വണ്ടി ഓടുള്ളൂ എന്നുള്ള ബുക്കിൽ പറഞ്ഞേക്കുന്നത്. ആ ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ ഞാൻ പണിയുള്ളൂ. ബെന്നിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ബെന്നിയുടെ അടുത്ത് പണിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം, ഈ വണ്ടി ഒന്ന് പണിത് കൊടുക്ക്. ഇപ്പൊ കുറച്ച് മുമ്പ് ക്രേഷി വന്നിട്ട് പോയതാണ്. ചിറ്റൂപ്പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ വണ്ടിക്ക് എന്തോ ചെറിയ സംഭവമുണ്ട്, ഒന്ന് ചെയ്ത് കൊടുത്തേക്കണേന്നും പറഞ്ഞിട്ട്. അപ്പൊ ബെന്നി പറഞ്ഞ് നീ കൊടുത്തു വിട്, ഞാൻ ചെയ്യാം. അപ്പൊ ബെന്നി
ചെറുതായിട്ട് കരാട്ടെ പഠിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? ബ്ലാക്ക് ബെൽറ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നാരായണൻ മാസ്റ്റർ ശിഷ്യനാണ്. സ്പാർക്ക് കുപ്പസ്വാമിയുടെ ശിഷ്യനാണ്. നാരായണൻ കുപ്പസ്വാമിയുടെ ശിഷ്യൻ. അങ്ങനെയാണ്. അപ്പൊ കരാട്ടിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാം? എനിക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഞാനത് നിർത്തിയത് 85-ൽ നിർത്തിയതാണ്. പിന്നെ ഞാൻ കരാട്ടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല, നമ്മള് ജോലി സംബന്ധമായിട്ട് പിന്നെ അതന്നെ ഡ്രംസും 85-ൽ നിർത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട് വേറെ തുടങ്ങാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാല്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, കുറെ കൂടി വ്യത്യസ്തനായ കുറെ കഴിവുകൾ ഉള്ള ഒരാളാണ്. ഏറ്റവും ഇത് ബുള്ളറ്റ് ഓടിക്കുന്നതിലുള്ള പ്രാഗൽഭ്യമാണ്. കാരണം ഇത് പറപ്പിക്കാനുള്ള വണ്ടിയല്ല. നമ്മ ഓടിക്കുന്നത്, ഞാൻ എൻ്റെ കൺസെപ്റ്റാണ്, ഞാൻ വണ്ടി ഓടിക്കുന്നത് എന്നെ കാണുന്ന ആൾക്കാർ. അതിപ്പോ നമ്മ പറപ്പിച്ചു പോയി ധാരണ പോയെന്ന് ചോദിക്കും. ആ പോണത് ബെന്നിയല്ലേ? അപ്പൊ അങ്ങനെ പറയിപ്പിക്കാനാണ് ഞാൻ 76-ൽ 77-ലൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പോണത് കണ്ട് നിൽക്കാനായിട്ട് പച്ചാളം ജംഗ്ഷനിൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. തീർച്ചയായിട്ടും ആ പയ്യൻ ഇപ്പോഴാണ് പോണത്. അപ്പൊ അതിങ്ങനെ നിൽക്കും. പയ്യൻ മുകളിൽ ചക്കനായിരുന്നു എന്തോ. അപ്പൊ അങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കും. ഈ ബോസ്കോ സ്റ്റുഡിയോ മുകളിലുണ്ട്. അതിന്റെ മുകളിൽ താഴ്ത്തിട്ട് നോക്കി എന്റെ പോക്ക് കാണാൻ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അല്ല, അതാണ് അത്. നമ്മളൊരു 20-30 പോകുമ്പോഴാണ് നമുക്ക് ആസ്വദിച്ച് പോകാൻ, നമ്മള് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാനും ആ വണ്ടിയുടെ ആ ഒരു ബീറ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു ബീറ്റ് കേൾക്കണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 30-യുടെ ഇടയില് ഓടിക്കണം അല്ലെ? 30-40 ഓടിക്കാം. എന്നാലാണ് അത് സൗണ്ട് മനസ്സിൽ ഫീൽ ചെയ്യാൻ പറ്റും. അത് തന്നെ. പിന്നെ ഇടക്കിടക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ നമുക്ക് എൻ്റെ ഇടവ ചാത്തിയത്ത് പള്ളിയിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്കൊന്നും ജൂണിലൊക്കെയാണ് പെരുന്നാളെന്ന് തോന്നുന്നത്. അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വണ്ടിക്ക് ഒരു വരവൊക്കെ ഉണ്ട് ഓടിച്ചിട്ട്. എന്റെ വണ്ടി വന്നാൽ തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഡയലോഗ് പറഞ്ഞത് ബുള്ളറ്റിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് അങ്ങനെയാണ്. ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ വഴി മാറി കൊടുക്കും. അപ്പൊ അത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിക്കാം. അതായത് ഒരു വിജനമായ മറ്റേ സ്ഥലത്തൊക്കെ മറ്റേ ഗേറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒരു ബുള്ളറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ട്രെയിൻ എന്നിട്ട് അവിടെ സ്ലോ ആക്കിയിട്ട് ബുള്ളറ്റ് പോയിട്ടാണ്. അപ്പൊ അതാണ് നമ്മള് രാജാവാണ്. റോയൽ എൻഫീൽഡാണ്, നമ്മള് രാജാവാണ്. രാജാവ് വന്നു കഴിഞ്ഞാൽ വഴി മാറി കൊടുക്കാത്ത. അപ്പൊ എന്നെ പറഞ്ഞതായിട്ട് ഭയങ്കര സാമ്യമുള്ള ഒരു സാധനമാണ്. അടിപൊളിയാണ്. നമ്മൾ അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കണതും എന്നെ അപ്പച്ചൻ അങ്ങനെ ഓടിക്കാനാ പഠിപ്പിച്ചേക്കണത്. പറപ്പിക്കല് നമുക്ക് ഈ ഇപ്പോഴല്ല, ലോങ് പോകുമ്പോൾ ഒരു 10-90-100 ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പോവാ. നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളുടെ ധൈര്യവും നമ്മളുടെ കോൺഫിഡൻസും. പയ്യനെ പോണത് ബുള്ളറ്റിന്റെ കഴിവാണ്, നമ്മളുടെ കഴിവല്ല. നമ്മൾ അതിനെ മെരുക്കാൻ നോക്കണം. എനിക്കും വേറെ പറയാനുള്ളത്, ഇപ്പൊ ഈ പല ബുള്ളറ്റ് അല്ലാണ്ട് പല ഹീറോ ഹോണ്ടും മറ്റേ അങ്ങനെ കുറെ വണ്ടികളുണ്ട്. അതൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കണം അതിനാ. പക്ഷെ ഈ ബുള്ളറ്റ് ബുള്ളറ്റ് നമ്മളെ കൊണ്ട് ഓടിച്ചു പോകുന്ന ഒരു ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് നമ്മളായിട്ടുള്ള അറ്റാച്ച്മെന്റ് അടുപ്പമൊക്കെ ആയിട്ട് അതിനറിയാം നമ്മളെ കൊണ്ടുപോയിക്കോളും എന്നുള്ള ഒരു ഫീലാണ്. അതാണ് ഈ ബുള്ളറ്റിനെ ഇഷ്ടപ്പെടണതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. ഈ ബെന്നി റൈഡിന് പോകുമ്പോൾ വേറൊരു ടൈപ്പ് കോസ്റ്റ്യൂമൊക്കെയാണ് ധരിക്കണത്. ഞാൻ ബെന്നിനെ കൂടി പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ഡ്രസ്സാണ്. പുള്ളിയുടെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ടാവും, പിന്നെ ഇതേപോലെ തന്നെ കൈ ചെയിൻ, പിന്നെ തോക്ക്, മാല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഭയങ്കര ഈ വേഷഭൂഷാദികളായിട്ടാണ് പുള്ളി വരുന്നത്. അതൊരു അലങ്കാരമാണ്. ആവേശം സിനിമയിട്ടാണ് ബെന്നി ഈ സാധനമൊക്കെ ഇട്ടതെന്ന് ഇങ്ങനെ ഇടയ്ക്ക് കളിയാക്കി പറയാറുണ്ട്. അത് ബെന്നി തന്നെ പറയും ഇപ്പം അതിൻ്റെ എതിരായിട്ട്. ആവേശം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ ആവേശമായിരുന്നു. അപ്പൊ ഞാൻ പൊട്ടനാ 2015 തുടങ്ങിയാണ് ഞാൻ ഇങ്ങനെ ഈ കോസ്റ്റ്യൂംസിലൊക്കെ റൈഡ് ചെയ്യാൻ തുടങ്ങി. ആണല്ലേ? അതിക്ക് മുമ്പൊന്നുമില്ല. എന്റെ സ്വർണത്തിന്റെ മാല ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും മാറ്റിട്ടില്ല. സ്റ്റീല് മാത്രമേ ഇടാറുള്ളൂ. സ്റ്റീലും സിൽവറും മാത്രം. ഇപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെ നേരത്തെ കൂടി ഇത് കളർ കൂടി കിടക്കട്ടെ എന്ന് കരുതി മാത്രമേ ഉള്ളൂ ഗോൾഡ്. അല്ല, അത് അടിപൊളിയാണ്. എന്തായാലും കത്തി ഉണ്ടാവും അല്ലേ? കത്തി എപ്പോഴും സ്ഥിരം വെക്കും അല്ലേ? ഒരു അത്യാവശ്യം തന്നെയാണെങ്കിൽ നമ്മളൊരു ക്ഷത്രിയനായതുകൊണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും ഇത്രയും പിന്നെ ബുള്ളറ്റ് സ്നേഹിക്കണതും ഇത്രയും വണ്ടികളൊക്കെ സൂക്ഷിക്കണതും നമുക്കിങ്ങനെ ഒരു ഇന്റർവ്യൂ തരാനും ഒക്കെ കഴിഞ്ഞതിന് ഞാൻ വളരെ സന്തോഷമുണ്ട്. ഇനിയും ബുള്ളറ്റുകൾ കൂടട്ടെ, കുറേ റൈഡുകൾ ഇനിയും മേടിക്കാം. റൈഡുകൾ ഇനിയും ഉണ്ടാകട്ടെ. എനിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാനാണ്